ഹായ് അപ്പം ഇന്ന് അപ്പം അർജൻറ്റീനയും സ്പെയിനും തമ്മിലുള്ള മാച്ച് കഴിഞ്ഞു. അപ്പം അർജൻറ്റീന തോറ്റു, അതായത് സ്പെയിൻ ജയിച്ചു. 1-0 അർജൻറ്റീന തോറ്റത്, സ്പെയിൻ ജയിച്ചത്. ഓക്കെ, 1-0 ആയിരുന്നു ഗോൾ നില. സോ അപ്പം നല്ല അറ്റാക്കിംഗ് ആയിരുന്നു സ്പെയിൻ്റെ കളിയെന്ന് വെച്ചാൽ. അടിപൊളി സ്പെയിൻ്റെ കളിയെന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. പക്ഷേ അർജൻറ്റീനയുടെ കളി ബ്രോ പറയാലോ, ഭയങ്കര മോശം കളിയാണ് കളിച്ചിരുന്നത്. ഫൈനലാണെന്നുള്ളൊരു ഇതുപോലും ഉണ്ടായിട്ടില്ല. അതായത് പൊതുവെ ഭയങ്കര അറ്റാക്കിങ് കുറവായിരുന്നു, എന്ത് പറ്റിയെന്നറിയില്ല. അപ്പം സ്പെയിൻ നല്ല അറ്റാക്കിങ് എന്ന് വെച്ചാൽ ഓരോ മൊമെൻറ്റിലും നല്ല അറ്റാക്കിങ്ങാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഞാനും അനന്തും ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അർജൻറ്റീന ജയിക്കുന്നതാണ്. ഓക്കെ, അപ്പം അനന്ത് പറഞ്ഞു അർജൻറ്റീന ജയിക്കില്ല, സ്പെയിൻ ജയിക്കുന്നു. അപ്പം സ്പെയിൻ ചെറിയൊരു ടീമായതുകൊണ്ട് തന്നെ, അതായത് ഫൈനൽ വരെ എത്തി, അത് വേറൊരു കാര്യം. പക്ഷേ ഞാൻ സ്റ്റിൽ പ്രതീക്ഷിച്ചിരുന്നത് അർജൻറ്റീന ജയിക്കും എന്നായിരുന്നു. അപ്പം എൻ്റെ കാലക്കേടിന് സ്പെയിൻ ജയിച്ചിരിക്കുകയാണ്. അപ്പം എന്തെല്ലോ വിവാദങ്ങളും കാര്യമെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഫിഫ പോയി അങ്ങനെ കുറേ പേരിൽ അർജൻറ്റീനയെ കളിയാക്കി ലാസ്റ്റ് ഇപ്പം സ്പെയിനാണ് കപ്പ് കൊണ്ടിരിക്കുന്നത്. അപ്പം 2ാം സ്ഥാനം നമ്മളെ അർജൻറ്റീനയ്ക്ക്, ഫസ്റ്റ് സ്പെയിൻ, 3rd സ്ഥാനം നമ്മളെ ഇംഗ്ലണ്ടിനാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം ബെറ്റ് വെച്ച ഇത്, അതായത് മന്തി വാങ്ങിക്കൊടുക്കാം എന്നുള്ള ഒരിത് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ, അതായത് ഇന്ന് മാച്ച് കഴിഞ്ഞ ദിവസം, ഇന്ന് തന്നെ നമ്മൾ പയ്യന്നൂരേക്ക് പോവുകയാണ്. അതായത് നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ ഇന്നലെ നമ്മൾ കോഴിക്കോട് പോയിരുന്നു. നിങ്ങൾ വ്ളോഗ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ കോഴിക്കോട് പോയായിരുന്നു. അപ്പം കോഴിക്കോട് നിന്നായിരുന്നു നമ്മൾ ബെറ്റ് വെച്ചത്. ഓക്കെ, ഞാൻ എൻ്റെ മനസ്സിൽ അർജൻറ്റീന നല്ല കളി കളിക്കും, ജയിക്കുന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്ത് പറ്റിയെന്നറിയില്ല, ഭയങ്കര മോശം എന്ന് വെച്ചാൽ അർജൻറ്റീന, ഞാൻ വെച്ചാൽ 80ാം മിനിറ്റിൽ ഇവർക്കൊരു ഭ്രാന്ത് പിടിച്ചൊരു കളിയുണ്ട്. അതായത് എങ്ങനെ അടിച്ചേ പറ്റൂ, എങ്ങനെ ഗോൾ കയറ്റിയേ പറ്റൂ എന്നുള്ളൊരു ഭ്രാന്ത് പിടിച്ച കളിയുണ്ട്. പക്ഷെ അതുപോലും കണ്ടില്ല, എന്ത് പറ്റിയെന്നറിയില്ല. പക്ഷേ സ്പെയിൻ്റെ ബാക്കും അറ്റാക്കിങ്ങും എല്ലാം ഒന്നിനൊന്നിന് മെച്ചം, അടിപൊളിയായിരുന്നു കളി. എന്ന് വെച്ചാൽ പീക്ക് ഒരു സിനിമ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഗെയിം, നമ്മുടെ വേൾഡ് കപ്പ് ഫൈനൽ. അപ്പം ഞാനിപ്പോൾ അനന്തുവിൻ്റെ വീട്ടിലല്ലേ. അപ്പം അനന്തു ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കാർത്തിക്കോടും ഇതേ പറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. എന്തായാലും കാർത്തിക്കിന് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ എനിക്ക് വർക്കും കാര്യങ്ങളുണ്ട്, ഓൻ്റേതായ തിരക്കും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാർത്തിക്കിന് വേറൊരു ദിവസം കൊടുക്കാം. അതായത് നമ്മൾ പയ്യന്നൂർ എവിടെ പോകുമ്പോൾ വേറൊരു ദിവസം കൊടുക്കാം. അപ്പോൾ അനന്ത് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ പറയല്ലേ? അർജൻറ്റീന പൊട്ടി. ഞാൻ ബെറ്റ് വെച്ചാണ് അർജൻറ്റീന പൊട്ടണം. എനിക്ക് ഇഷ്ടമല്ല ബ്രസീൽ പൊട്ടിയാണ്, അർജൻറ്റീന പൊട്ടണം ഭയങ്കര ആഗ്രഹിച്ചതാണ്. അർജൻറ്റീന എന്ന ടീമോട് അത്ര അഭിപ്രായമില്ല, പക്ഷേ അവർ ജയിക്കണമെന്ന് ആഗ്രഹമില്ല എനിക്ക്. സ്പെയിൻ ജയിച്ചാലും പ്രശ്നമില്ല, അർജൻറ്റീന പൊട്ടണം. ബെറ്റ് വെച്ച് ഞാൻ ജയിച്ചും ചെയ്തു. ബെറ്റ് വെച്ച്, അതായത് നമ്മൾ ഇന്നലെ കോഴിക്കോട് പോകുമ്പോൾ ബെറ്റ് വെച്ചത്. പിന്നെ കാർത്തിക്കിനോട് ഞാൻ ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ. ഞാൻ വിചാരിച്ചിട്ടില്ല, ശരിക്കും ഞാൻ പ്രതീക്ഷയില്ല സ്പെയിൻ ജയിക്കുന്നു. പക്ഷെ എന്താ കളി, ഒന്നും പറയാനില്ല, അടിപൊളി കളി. നീ ഹൈലൈറ്റ്സ് നോക്കിയാ? ഞാനൊന്നും ഫുട്ബോൾ ഇൻട്രസ്റ്റ് എനിക്കറിയില്ലേ. അതായത് ഞാൻ ജയിച്ചാൽ മതി, എനിക്ക് അത്രയും ആയിട്ടു. ഞാൻ സ്വസ്ഥമായി കടന്നുറങ്ങി. എനിക്ക് രാവിലെ ഇവനെ വെറുതെ വിളിച്ചു നോക്കി, ഞാൻ നോക്കാൻ പോയി മറന്നുപോയി. അപ്പം സന്തോഷിക്കുന്നുണ്ട്. അതായത് അനന്ത് പൊതുവെ ഫുട്ബോൾ കാണാത്ത ഒരാളാണ്. അതായത് ഇവന് ഗെയിമിങ്ങിനോട് ഇത്ര ഇൻട്രസ്റ്റ് കൂടുതൽ. അപ്പം ഇവൻ ഹൈലൈറ്റ്സ് ആണ് നോക്കൽ. അത് എന്ത് ഫുട്ബോൾ കളി ഉണ്ടെങ്കിൽ അവൻ ഹൈലൈറ്റ്സാണ് നോക്കൽ. റെയറായിട്ടേ നോക്കല്ലോ. അതായത് അത്ര വലിയ ഫുട്ബോൾ പ്രാന്തരൊന്നല്ല നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, അല്ലേ? സ്പെയിൻ ജയിച്ചു, ആദ്യമായിട്ട് ബെറ്റ് വെച്ചത് കിട്ടി. അപ്പോൾ നമ്മൾ ഇപ്പം നേരെ പയ്യന്നൂർ പോകും. ഒന്നിക്കൽ ഏതെങ്കിലും മന്തി ഷോപ്പ് പോവും, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നാടൻ, അതായത് ചോറുമീനും അങ്ങനത്തെ ടൈപ്പ് ഓഫ് സാധനങ്ങൾ കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും മന്തി, ഷവായ ഇതൊക്കെ കഴിക്കുന്ന നല്ലതായ കാര്യമല്ല. അതായത് ബോഡിക്ക് അത്ര നല്ലതൊന്നല്ല ശരിക്കും. അതായത് മയോണീസ് ഒന്നും നല്ല സാധനമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നാടൻ ഫുഡോ അല്ലെങ്കിൽ ഷവായോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങാമല്ലേ. അപ്പോൾ നമ്മൾ സൗദി ഷവായിലെത്തിയിട്ടുള്ളത്. നമ്മൾ ഷവായ ഓർഡർ ചെയ്യുന്നുണ്ട്. സോ നല്ല മഴ വെച്ചാൽ നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ കയറി
ഓർഡർ ചെയ്യാൻ പോവാം. എക്സൈറ്റഡ് കള്ളൻ. ഇനി നമ്മൾ വെറ്റൊരുക്കുന്നതായിരിക്കും അല്ലേ അടുത്ത വേൾഡ് കപ്പിൽ. ഇനി 4 കൊല്ലം കഴിയണം ഒരു വെറ്റ് വെക്കാൻ. അപ്പോഴത്തേക്കും ഇവന് കുഞ്ഞാവും. നമ്മൾ ഷവായും പിന്നെ റൈസും അത്രയിലും എന്നാൽ എനിക്ക് ഭയങ്കര റൈസ് കഴിക്കാൻ മൂടുണ്ട്. അർജന്റീന തോറ്റയിൽ അനന്തുവിൻ്റെ പ്രതികരണം പറ. ഞാൻ 100% വിചാരിച്ചും ജയിക്കുന്നു. എൻ്റെ പൈസ പോകുന്ന വെച്ചത് എന്നുവെച്ചാൽ കഴിഞ്ഞ കളിയെല്ലാം കണ്ടിട്ട് റഫറി പിന്നെയും സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അത്ര കണ്ടിട്ടാ, ഹൈലൈറ്റ്സും കണ്ടിട്ടാ, കുറച്ചുകൂടി പോയി കണ്ട. പക്ഷേ എല്ലാവരും പറയുന്നത് വെച്ചാൽ അർജൻറ്റീനേൻ്റെ ഒരു ഗോൾ പോലും ശരിക്കും അടിക്കാൻ പോലും പറ്റിയില്ല. സ്പെയിൻ്റെ ഗോളി അങ്ങാണ് കടന്നുറങ്ങുന്നത്. നമ്മളെ ഷവായ വന്നു, ആള് തിന്നാനും തുടങ്ങി. എന്നെ പോലെ റൊമാലോട്ട് ഇങ്ങോട്ട് എടുക്കുക. പതിയാണോ റൊമാലയിലോട്ട് ഞാൻ എടുത്തോണ്ട് തന്നെ ചെസ്റ്റ് പീസ് എടുത്ത് കൊണ്ടുപോയി. എനിക്ക് ലെഗ് പീസ് വന്നു നോക്കിയെടുത്തു. ഏകദേശം അങ്ങനെ നമ്മൾ സൗദി ഷാവയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇവിടെ പയ്യന്നെ ഒരു ഫുഡ് മാർട്ടിൽ വന്നിട്ടാണ്. സോ അനന്തൂർ എന്തോ ചെരുപ്പോ കാര്യമോ എടുക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ ഫുഡ് മാർട്ടിൽ കയറാം. അപ്പം നമ്മൾ ക്രോക്സ് ഇവിടെ നോക്കുക. ഇതെടുത്താ ഫിക്സ് ചെയ്താ ചെയ്തോ കുഴപ്പമില്ല. ബ്ലൂ രസമില്ല, ബ്ലൂ നല്ല കളർ ഇതുണ്ട്. ഇതന്നെ ബെറ്റർ ഇപ്പോൾ കാണാൻ. ഇതെനിക്ക് കറക്റ്റ് ഓക്കെ. അനന്തുവിൻ്റെ ക്രോക്സ് വഴുതുന്നു. ക്രോക്സ് അല്ല പ്രോക്സ് ആണ് അത് വഴുതുന്നു. അതുകൊണ്ട് തന്നെ അത് വഴുതുന്നു. മൈക്ക് പോയേട്ടാ. ഓക്കെ, എൻ്റെ ഇല്ലൊരു ഫേക്ക് ക്രോക്സാണ്. അത് ധൃതിയായിട്ട് മേടിച്ചതാണ്. പക്ഷെ സംഭവമാണെങ്കിൽ വെതിച്ചു വന്നു. പിന്നൊന്നില്ലത് ഈ ക്രോക്സ് ഓരോന്ന് ട്രൈ ചെയ്യാം. ചെരുപ്പ് സെലക്ട് ചെയ്തു. പിന്നെ നമുക്ക് ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ഷൂ പ്രാന്തെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. അതായത് എനിക്ക് ഇങ്ങനത്തെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അതിൻ്റെ ഷേപ്പും ആ ബൂട്ടെടുത്തു ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ല പോയാ കൊണ്ടുപോയിട്ടുണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ, എങ്ങനെ ഉണ്ടാവും ഇട്ടിട്ട് നോക്കുന്നേ ഉള്ളൂ. ഇവൻ എന്തായാലും ഒരു ചെരുപ്പെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം സൗരവ് ഷൂട്ട് ട്രൈ നോക്കിയത്. സൗരവിൻ്റെ ഫ്യൂച്ചർ ജോലി നമ്മൾ അടുത്ത ചെരുപ്പ് ഇതാണ് ചെരുപ്പ്. അവൻ്റെ പഴയ കൊട്ടയിലിട്ട് പുതിയ കൊട്ടയിൽ എന്നിട്ട് പോവുക. നമുക്ക് ബില്ല് ചെയ്യണം, താഴെ പോയിട്ട് ബില്ല് ചെയ്യാം. അപ്പം നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ബെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് കൊടുത്തത്. ഓക്കെ, സോ ഇനി അടുത്ത 4 കൊല്ലം കഴിയണം ബെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഫിഫയിൽ. അതായത് വേൾഡ് കപ്പിൽ ബെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് 4 കൊല്ലം കഴിയണം. അതിനിടയ്ക്ക് നമുക്ക് വല്ല സൂപ്പർ ലീഗ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ബെറ്റ് ചെയ്യാം. ഇല്ല, ഞാൻ ഇത് അർജന്റീന മാത്രം ബെറ്റ് വെച്ചേ. ഞാൻ ബെറ്റൊന്നും വെക്കില്ല. ഇനി ഇവനൊരു ബെറ്റ് വെക്കൂല കള്ളൻ. അതായത് ഒരു ബെറ്റ് വെച്ചു, അതെങ്ങനെയോ കിട്ടിപ്പോയി. ഞാനാണെങ്കിൽ അതേ അർജൻറ്റീന ജയിക്കുമെന്ന് പറഞ്ഞു. കാരണം കഴിഞ്ഞ കളിയിൽ ഭയങ്കര അടിപൊളിയായിട്ട് അർജൻറ്റീന കളിച്ചത്. അപ്പം ഞാൻ പ്രതീക്ഷിച്ചു അതിൻ്റെ ഇരട്ടിയായിരിക്കും ഈ കളിയിൽ ഉണ്ടാവുക. കാരണം വെച്ചാൽ ഫൈനലാണ്, 2 ടീമിന് നല്ല പ്രഷർ ഉണ്ടാവും. കോച്ചിൻ്റെ ഭാഗത്തു നിന്നല്ല, അല്ലെങ്കിൽ ടീമിൻ്റെ ആരാധകരുടെ ഒരിതും എല്ലാം എല്ലാം ഭയങ്കര പ്രഷറായിരിക്കും. അതായത് രാജ്യത്തിന് വേണ്ടി കളിക്കുന്നതല്ലേ, അതുകൊണ്ട് തന്നെ നല്ല പ്രഷറായിരിക്കും. അപ്പം അർജൻറ്റീന എന്നാ കളിച്ചെന്ന് മനസ്സിലാവുന്നില്ല. അത്രയും, അതായത് അർജൻറ്റീന ഇങ്ങനെ മുമ്പ് കളിച്ചിരുന്നൊന്നും മനസ്സിലാവുന്നില്ല. തീരെ അറ്റാക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അനന്തു വീട്ടിൻ്റെ ചാവി കാണിക്കാൻ പറ്റില്ല, അനന്തുവിൻ്റെ അച്ഛനമ്മയോടെ പോയിട്ടാണുള്ളത്. സോ അപ്പം അങ്ങനെയാണ് ഈ അർജൻറ്റീനയ്ക്ക് എന്ത് പറ്റിയെന്നുള്ളതാണ്. സോ അപ്പം 1 ഗോളിന് സ്പെയിൻ ജയിച്ചു. അതിൻ്റെ ഒരു ചലഞ്ചാണ് ഇന്ന് ഇവിടെ തീർന്നത്. ഓക്കെ, അല്ല അതിൻ്റെ ഒരു ബെറ്റാണ് ഇവിടെ തീർന്നത്. ഞാൻ ബെറ്റ് കിട്ടിയതാണ്. ഓക്കെ, അപ്പം ഇനി കാർത്തിക്കിനെ വാങ്ങിക്കൊടുക്കണ്ടേ. അപ്പോൾ രണ്ടാമോട് ഞാൻ ബെറ്റ് വെച്ചിട്ട്, കാരണം എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു അൽഫാമും കിട്ടി ഷവായും കിട്ടി എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ അർജൻറ്റീന ഇത്ര ലോ ആയിട്ട് കളിക്കുന്നു വിചാരിച്ചിട്ടില്ല. ഭയങ്കര, അതായത് നടന്ന് കളിക്കുക, ഭയങ്കര ഫൗളിങ് കാര്യങ്ങൾ, പിന്നെ ഭയങ്കര ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വേൾഡ് കപ്പ്, അതായത് ഫൈനൽ വിസിൽ കഴിഞ്ഞപ്പോഴും ടീമുകൾ തമ്മിൽ ചെറിയ അടിപിടി കാര്യങ്ങളുണ്ടായിരുന്നു.
സോ എന്താണെന്നറിയില്ല, അർജൻറ്റീന അത്യാവശ്യം നല്ല രീതിയിൽ ഫൗളും ഒരു റെഡ് കാർഡും ഉണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ തിരിച്ചെത്തി എല്ലാ പണിയും കഴിഞ്ഞ്. സോ നമ്മുടെ അർജൻറ്റീനയ്ക്ക് ഈ കൊല്ലം കപ്പില്ല. ഇനിയത്തെ വേൾഡ് കപ്പ് വരുന്നത് വെച്ചാൽ 2030 അത് 4 വർഷം കഴിഞ്ഞിട്ട്. 4 വർഷം കൂടുമ്പോഴാണല്ലോ വേൾഡ് കപ്പ് ഉണ്ടാവുക. സോ അതിൽ കിട്ടുമെന്ന് കരുതുന്നു. പക്ഷേ ഇന്നത്തെ കളി ഭയങ്കര എന്നാ പറ്റിയെന്ന് അർജൻറ്റീനക്ക് മനസ്സിലാവില്ല നമുക്ക്. അതായത് അർജൻറ്റീന എന്നാ പറ്റിയെന്ന് പോലും മനസ്സിലാവുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും മോശം കളി. പിന്നെ ലാസ്റ്റ് മിനിറ്റിലാകുമ്പോൾ ചെറിയൊരു അറ്റാക്കിങ് നടത്തിയെങ്കിലും കിട്ടിയില്ല. ഭയങ്കര മോശം. സ്പെയിൻ കട്ടക്ക്, അതായത് ഒരു ഇഞ്ച് പോലും വിടാണ്ട് കളിച്ചിരുന്നു. സോ സ്പെയിൻ്റെ പുറം പിടിച്ചിരിക്കാൻ അർജൻറ്റീന ആവുന്നില്ല, എന്താണെന്നറിയില്ല. ഭയങ്കര മോശം കളി എന്ന് വെച്ചാൽ ഭയങ്കര മോശം കളി. ഞാൻ കാർത്തികോടും അനന്തോടും ബെറ്റ് വെച്ചതെന്ന് വെച്ചാൽ അർജൻറ്റീന അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കും. കാരണം എന്ന് വെച്ചാൽ അതിന് മുന്നത്തെ 2 കളിയിൽ അർജൻറ്റീന നല്ല അറ്റാക്കിങ് എന്ന് വെച്ചാൽ 80 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാന്തന്മാരുണ്ടായിരുന്നേ. പക്ഷേ ഈ അർജൻറ്റീനയ്ക്ക് സ്പെയിനോട് കളിക്കുമ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല. കാരണം അവർ വിചാരിച്ച പോലെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അർജൻറ്റീന കോച്ച് ഹാഫ് ടൈമിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതുപോലും ഇവർക്ക് സ്പെയിൻ്റെ അടുത്ത് പയറ്റാൻ പറ്റുന്നില്ല, അതായത് നടത്താൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതായത് സ്പെയിൻ പൂട്ടിക്കെട്ടി അർജൻറ്റീന, അതായത് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ അത്യാവശ്യം മാത്രമേ കളിച്ചിട്ടു. പക്ഷേ എന്നാലും ഭയങ്കര മോശമായിരുന്നു കളി. അർജൻറ്റീന കളി നിങ്ങളെ ഫാൻസ് അംഗീകരിച്ചിലും വേണ്ടിയില്ല, പക്ഷേ കുറച്ച് മോശമായിരുന്നു ഗൈസ്. കുറച്ച് മോശം തന്നെ പറയാം. കാരണം ഒരു അറ്റാക്കിങ് കാര്യങ്ങളിലും വളരെ കുറവ്. നിങ്ങൾ സ്പെയിൻ്റെ ഇതും അതുപോലെ തന്നെ അർജൻറ്റീന ഇതും വെച്ച് നോക്കുമ്പോൾ അർജൻറ്റീന ഭയങ്കര മോശം കളിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അർജൻറ്റീനക്ക് ബോൾ കിട്ടണമെങ്കിൽ അത്രയും പ്രയാസപ്പെടണമായിരുന്നു. അതായത് ബോൾ കൊടുക്കുന്നില്ല, കറക്റ്റ് പാസിങ്ങും കളിയും അടിപൊളി, ഒന്നിനൊന്നിനും മെച്ചെന്ന് പറയാം. അതായത് ഇവരെ ബോൾ തൊടാൻ വരെ അനുവദിക്കുന്നില്ല സ്പെയിൻ. അങ്ങനത്തെ കളി, അതായത് കുറേ ഇവരെ കാക്ക കളിപ്പിച്ചു. പിന്നെ മെസ്സിയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു കുറേ എല്ലാം. അതായത് അധികം എനർജി ഇല്ലാത്ത പോലെ കളിയെല്ലാം ഉണ്ടായത്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഫുൾ അർജൻറ്റീന കളി തീർത്തും പറയാം, ഞാനൊരു അർജൻറ്റീന വിരോധി ഒന്നുമല്ല. പക്ഷേ ഇന്നലത്തെ കളി ഭയങ്കര മോശമായിരുന്നു, ഇന്നത്തെ കളി. ഓക്കെ, ഇന്നത്തെ ഫൈനൽ ഞാൻ വിചാരിച്ചു ഫൈനലായതുകൊണ്ട് കുറച്ച് പ്രഷറിലും കൂടിയിട്ടുണ്ടാകുമ്പോൾ കുറച്ചും കൂടെ നല്ല കളി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് ഞാൻ അനന്തോടും കാർത്തിക്കോടും ബെറ്റ് വെച്ചത്. അതായത് അർജൻറ്റീന ജയിക്കും എന്തായാലും എന്നില്ല ബെറ്റ് വെച്ചത്. കാരണം പൊതുവെ എന്നെ സംബന്ധിച്ച് സ്പെയിൻ ഒരു ചെറിയ ടീമാണ്. ഞാൻ വിചാരിച്ചില്ല സ്പെയിൻ ഇത്രയൊന്നും വലിയ രീതിക്ക് പെർഫോം ചെയ്യുന്നു, ഇത്രയൊന്നും വലിയ രീതിക്ക് കളിക്കുന്നൊന്നും വിചാരിച്ചില്ല. പിന്നെ ഹാഫ് ടൈമിൽ നമ്മളെ BTSൻ്റെ പാട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റിൻ ബീബറിൻ്റെയും പാട്ടും കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഐശ്വ സ്പീഡിനും ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് നല്ല അടിപൊളി ഫുട്ബോൾ മാച്ച് ഫൈനൽ നമ്മൾ എൻജോയ് ചെയ്തു. ഓക്കെ, അപ്പം ഇനി നമുക്ക് കാർത്തിക്കിനാണ് നമുക്ക് ചിലവ് കൊടുക്കാനുള്ളത്. അത് ചിലവല്ല, ബെറ്റ്. അതായത് ഞാൻ രണ്ടാമത് ബെറ്റ് വെച്ച് കാർത്തിക്കിനോടാണ്. ഇനി കാർത്തിക്കിനെ ഒപ്പം കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ വെക്കും. ഓക്കെ, സോ അപ്പോൾ ഈ ചെറിയൊരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ അടുത്ത വ്ളോഗിൽ നാളെ കാണാം. സോ ബൈ.